നീലഗിരി ഗൂഡല്ലൂരിൽ ഒഴുക്കിൽപ്പെട്ട കാറിൽ നിന്ന് ഒഴുക്കിൽപ്പെട്ടു പോയ ഒരു കാറ് അതിൽ നിന്ന് മലയാളികളായ വിനോദസഞ്ചാരികളെ സാഹസികമായി രക്ഷപ്പെടുത്തിയെന്ന വാർത്ത വരുന്നു. ഇടുക്കി സ്വദേശികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച കാർ ഒവേലിപ്പുഴ കടക്കുമ്പോഴായിരുന്നു മലവെള്ളപ്പാച്ചിലുണ്ടായത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത്. സുർജിത്ത്, എന്തായാലും വലിയ ആശ്വാസകരമായ വാർത്തയാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. ഇവരെ എങ്ങനെയാണ് രക്ഷിച്ചത്? ആ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ആശങ്ക തോന്നുന്നുണ്ട്. സ്മിത, നീലഗിരി ഗൂഡല്ലൂരിലാണ് ഇടുക്കി സ്വദേശികൾ ഒഴുക്കിൽപ്പെട്ടത്. ഇന്നലെ രാത്രി 11 മണിയോടെ ആണ് ഈ സംഭവം ഉണ്ടായത്. ഓവലിപ്പുഴ മുറിച്ചു കിടക്കുകയാണ് ഇവരുടെ കാർ ഒഴുക്കിൽപ്പെട്ടത്. ഗൂഡല്ലൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇടുക്കി സ്വദേശികളായ അരുൺ തോമസും ആൻഡ്രൂ തോമസും അടക്കം 3 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പൊടുന്നനെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ കാർ ഒഴുക്കിൽപ്പെട്ടു. ഈ കാറിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ ഇതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഒച്ച വെച്ചു. അവിടെ ആ പ്രദേശത്ത് വനംവകുപ്പിന്റെ ജീവനക്കാരുണ്ടായിരുന്നു. രമേശ് എന്നുള്ള ആളാണ്. അദ്ദേഹം ഓടിയെത്തി. തുടർന്ന് പോലീസിലും അഗ്നിശമന സേനയും വിവരം അറിയിക്കുകയായിരുന്നു. രാത്രി 1 മണിയോടെ സ്ഥലത്ത് അഗ്നിശമന സേന എത്തി. മണിക്കൂറുകളുടെ പ്രയത്നത്തിനൊടുവിലാണ് പുലർച്ചെ 3 മണിയോടെ 3 പേരെയും രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നീട് ഇവരെ ഗൂഡല്ലൂരിലെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഈ ഓവലി പ്രദേശത്തേക്ക് യാത്രായോഗ്യമായ റോഡില്ല. അത് വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഈ നദി മുറിച്ചു കിടന്നാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത്. തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് വയനാടിന്റെ അതേ കാലാവസ്ഥ തന്നെയാണ് തൊട്ടടുത്തുള്ള ജില്ലയായ നീലഗിരിയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ പൊടുന്നനെയാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. എന്തായാലും 3 പേരും സുരക്ഷിതരാണ്. വാഹനം പുറത്തേക്ക് മാറ്റാനുള്ള നടപടികളും ഉണ്ടായിട്ടുണ്ട്. സുജിത്, ഒരു കാര്യം കൂടി, യാത്രാ സൗകര്യമില്ല, പക്ഷേ ഈ പുഴ മുറിച്ചാണോ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത്? അപ്പൊ അത്രയും കുറവ് വെള്ളമാണ് അവിടെ ഉണ്ടായിരുന്നത്. പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് ഇത്രയും വെള്ളം ഉയർന്നത്, അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ് സ്മിത. അതായത് അവിടേക്ക് പാറ ഉള്ള ഒരു പ്രദേശമാണ്. അതിൽ കൂടെ വാഹനങ്ങൾ കയറ്റി അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതല്ലാത്ത വഴി വളരെ മോശം വഴിയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അതിനിടയിലാണ് പൊടുന്നനെ മലവെള്ളപ്പാച്ചിലുണ്ടായത്. അതായത് മലമുകളിൽ പെട്ടെന്നാണ് മഴ പെയ്തത്. അതിനെ തുടർന്ന് വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായി. ആ മലവെള്ളപ്പാച്ചിലാണ് ഇവർ അകപ്പെട്ടത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇവർ ഇപ്പോൾ 3 പേരും സുരക്ഷിതരാണ്. ആർക്കും അങ്ങനെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല. അവർ എന്തായാലും വലിയ ഒരു ശ്രമമുണ്ടായി. കാരണം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രയത്നം തന്നെ ഇവരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി വന്നു. അത് അഗ്നിശമന സേനയുടെ ഒരു ഇടപെടലാണ് ഉണ്ടായത്. അത് ദൃശ്യത്തിൽ തന്നെ പ്രകടമാണ്. അവർ അത്രമാത്രം സങ്കീർണമായാണ് ഈ ദൗത്യം നടപ്പാക്കിയത് എന്നുള്ളത്. ഈ ഓവലിപ്പുഴ ആ പരിസരത്തേക്ക് സാധാരണഗതിയിൽ അങ്ങനെ നദി മുറിച്ചു കിടന്ന് വാഹനങ്ങൾ കടക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓഫ് റോഡ് വാഹനങ്ങളൊക്കെ കടക്കാറുണ്ട്. അത്തരത്തിലൊരു വാഹനം തന്നെയാണ് ഇങ്ങനെ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇടുക്കി സ്വദേശികളായ വിനോദസഞ്ചാരികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച കാർ ഒവേലിപ്പുഴ മുറിച്ചു കടക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. എന്തായാലും അവരെ അതിസാഹസികമായി തന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് പങ്കുവച്ചത്.